ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമ്മിസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചരിത്രാതീത കാലം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട്, ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബാംഗ്ലൂർ നഗരത്തിന് ഏകദേശം 33 കിലോമീറ്റർ വടക്കായി ഇന്നത്തെ കോലാർ ജില്ലയിലുള്ള ദേവനഹള്ളിയിൽ 1750 നവംബർ 20-നാണ് ടിപ്പു സുൽത്താൻ ജനിച്ചത്. വിശുദ്ധനായ ടിപ്പു മസ്താൻ ഔലിയുടെ പേരിനോട് സാമ്യമുള്ള ടിപ്പു സുൽത്താൻ എന്ന പേരാണ് മാതാപിതാക്കൾ ഈ കുട്ടിക്ക് നൽകിയത്. പിതാവായ ഹൈദരാലി അന്ന് മൈസൂരിൻ്റെ ഭരണം നടത്തുകയായിരുന്നു. ടിപ്പുവിന് 10 വയസ്സുള്ളപ്പോൾ ഹൈദരാലി ശ്രീരംഗപട്ടണം വിട്ട് പലായനം ചെയ്യുകയുണ്ടായി. തനിക്ക് നേരെ വരുന്ന ആക്രമണത്തെ ഭയന്നാണ് അന്ന് ടിപ്പുവിനെ തൻ്റെ കുടുംബത്തോടൊപ്പം വിട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടത്. പിന്നീട് ഹൈദരാലി ശ്രീരംഗപട്ടണം തിരിച്ചുപിടിച്ചപ്പോൾ തൻ്റെ കുടുംബത്തെ കൂടുതൽ സുരക്ഷിതമായ ബാംഗ്ലൂരിലേക്ക് മാറ്റി. കാര്യമായ വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന പിതാവ് ഹൈദർ പക്ഷെ തൻ്റെ മകന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിൽ ശ്രദ്ധിച്ചു. മിടുക്കനായ അധ്യാപകരെ കൊണ്ട് അദ്ദേഹം ടിപ്പുവിനെ പരിശീലിപ്പിച്ചു. കുതിരസവാരിയും വാൾപ്പയറ്റും മറ്റും ആയോധന കലകളിലും ടിപ്പുവിന് പരിശീലനം നൽകപ്പെട്ടു. ഹൈദർ മലബാറിനെ ആക്രമിച്ചപ്പോൾ ബാലനായിരുന്ന ടിപ്പുവും ആ സൈന്യത്തിൽ പിതാവിനെ സഹായിക്കാനുണ്ടായിരുന്നു. ബാലനായിരിക്കുമ്പോൾ തന്നെ യുദ്ധതന്ത്രങ്ങളിലും ഭരണകാര്യങ്ങളിലും ടിപ്പു താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി ഹൈദരാലി ഉയർന്നു വന്ന യുദ്ധങ്ങളിൽ പിതാവിൻ്റെ വലം കൈയായിരുന്നു അദ്ദേഹം. ചരിത്രാതീത കാലങ്ങൾ കടന്നുപോയി. ടിപ്പുവും അതിൻ്റെ കൂടെ വളർന്നു. യുദ്ധങ്ങൾ കൊണ്ടും യുദ്ധചരിത്രം കൊണ്ടും അദ്ദേഹം പുതിയൊരു തുടക്കം കുറിച്ചു. അത്തരത്തിലൊരു തുടക്കത്തിന് കാരണമായ യുദ്ധമായിരുന്നു ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. എന്തായിരുന്നു ഈ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം? 1758 ഫ്രഞ്ച് അധീനതയിലായിരുന്ന സ്ഥലങ്ങൾ കൂടി വാണിജ്യം തുടങ്ങാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിക്കുകയും അതിനായി അനുവാദത്തിനു വേണ്ടി ആർക്കോട്ടിലെ നവാബിനെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ നവാബ് ബ്രിട്ടീഷുകാരുടെ ഈ ആവശ്യത്തെ തള്ളിക്കളഞ്ഞു. തുടർന്ന് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷുകാർ ഷാ ആലം രണ്ടാമനെ ഇതേ ആവശ്യമായി സമീപിച്ചു. അവരുടെ ആവശ്യം ഷാ ഉടനടി അംഗീകരിക്കുകയും ചെയ്തു. ഇതിന് ഹൈദരുടെ സുഹൃത്തുക്കളായ ഫ്രഞ്ച് ഓഫീസർമാരുടെ സഹായമുണ്ടായിരുന്നു. യുവാവായപ്പോൾ തന്നെ ടിപ്പു യുദ്ധങ്ങളിൽ പിതാവിനെ സഹായിച്ചു തുടങ്ങി. ടിപ്പുവിന് 15 വയസ്സുള്ളപ്പോൾ ആദ്യത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിൽ ടിപ്പു തൻ്റെ പിതാവിനോടൊപ്പം ഇംഗ്ലീഷുകാർക്കെതിരായി യുദ്ധം ചെയ്യുകയുണ്ടായി. 1767 കർണാടകയിലേക്ക് പടയോട്ടം നയിച്ചതിൽ കാലാൾപ്പടയുടെ ഒരു വൻ വിഭാഗത്തിൻ്റെ നേതൃത്വം ടിപ്പുവിനായിരുന്നു. ഹൈദരാലി ബ്രിട്ടീഷുകാരെ ഒറ്റപ്പെടുത്തി നൈസാമുമായി സഖ്യമുണ്ടാക്കി. നൈസാമിനുള്ള സമ്മാനങ്ങളുമായി ഹൈദർ അയച്ചത് ടിപ്പു സുൽത്താനെയായിരുന്നു. ഒരു രാജകുമാരനെ പോലെ തന്നെയാണ് നൈസാം ടിപ്പുവിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചത്. ശ്രീരംഗപട്ടണത്തിലേക്കുള്ള മടക്കയാത്രയിൽ തൻ്റെ സൈന്യത്തോട് മദിരാശിയിലേക്ക് തിരിക്കാൻ ടിപ്പു ആവശ്യപ്പെട്ടെങ്കിലും ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ തോൽവി മുന്നിൽ കണ്ട പിതാവിനെ സഹായിക്കാൻ ടിപ്പുവിന് ഉടൻ മടങ്ങേണ്ടി വന്നു. 1767 മംഗലാപുരത്ത് ബ്രിട്ടീഷുകാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ലൂത്തിഫ് അലി ബെഗ് ആയിരുന്നു ടിപ്പുവിൻ്റെ അടുത്ത ലക്ഷ്യം. 3000 കാലാൾപ്പടയും 1000 അശ്വരൂഢവുമായി ടിപ്പു മംഗലാപുരത്തേക്ക് തിരിച്ചു. ടിപ്പുവിന് മംഗലാപുരം ബസാർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെങ്കിലും കോട്ട കീഴടക്കാൻ സാധിച്ചില്ല. ഏറെ വൈകാതെ തന്നെ ഹൈദരും ഈ സൈന്യത്തോടു കൂടി ചേരുമെന്ന വാർത്ത ബ്രിട്ടീഷുകാരെ ഭയത്തിലാഴ്ത്തി. അവർ മംഗലാപുരം കോട്ട വിട്ട് രക്ഷപ്പെടാനായി തയ്യാറെടുത്തു. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ആയുധ സാമഗ്രികൾ വരെ അവർക്ക് കൈയൊഴിയേണ്ടി വന്നു. ടിപ്പുവിൻ്റെ കൂടെ ഹൈദർ കൂടെ ചേർന്നതോടെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 1769 മാർച്ച് വരെ നീണ്ടുനിന്ന യുദ്ധത്തിൽ ഹൈദർ വിജയിക്കുകയും ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. 1769 മറാഠ സൈന്യം മൈസൂരിനെ ആക്രമിച്ചു. മറാഠ സൈന്യത്തെ മൈസൂരിൻ്റെ മണ്ണിൽ നിന്നും തുരത്താൻ ഹൈദർ ടിപ്പുവിനോട് നിർദ്ദേശിച്ചു. പിതാവ് തന്നിലേൽപ്പിച്ച വിശ്വാസം ടിപ്പു കാത്തുസൂക്ഷിച്ചു. എന്നാൽ യുദ്ധത്തിനിടയിലുണ്ടായ ചില ആശയക്കുഴപ്പം കാരണം ഹൈദർ യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ ടിപ്പുവിനെ മർദ്ദിക്കുകയുണ്ടായി. കുപിതനായ ടിപ്പു തൻ്റെ വാളും തലപ്പാവും ഊരിയെറിയുകയും താനിനി ഇത് ധരിക്കില്ലെന്ന് ശബ്ദം ചെയ്യുകയും ഉണ്ടായി. ആ യുദ്ധത്തിൽ മറാഠകൾ ഹൈദരാലിയെ പരാജയപ്പെടുത്തി.
ശ്രീരംഗപട്ടണം മറാഠ സൈന്യത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതായി മാറി ഹൈദരുടെ അടുത്ത ദൗത്യം. തന്റെ രാജ്യത്തെ മറാഠ ആക്രമിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ടിപ്പുവിനായില്ല. ടിപ്പുവും യുദ്ധത്തിലേക്ക് ഇറങ്ങി. എന്നാൽ കടല് പോലുള്ള മറാഠ സേനയോട് എതിരിടാൻ ടിപ്പുവിന്റെ 6000-ഓളം വരുന്ന കുതിരപ്പടയാളികൾക്കായില്ല. ടിപ്പു ശ്രീരംഗപട്ടണത്തിലേക്ക് തിരിച്ചു പോന്നുവെങ്കിലും ശത്രു സൈന്യത്തിലെ സാരമായ നാശം വരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മറാഠ സൈന്യത്തിന് ആയുധ ഭക്ഷണ സാമഗ്രികൾ കൊണ്ടുവന്നിരുന്നത് പൂനെയിൽ നിന്നുമായിരുന്നു. ആ പാതയിൽ കാര്യമായ എതിർപ്പ് അവർക്കുണ്ടായിരുന്നില്ല. ഹൈദരുടെ നിർദ്ദേശപ്രകാരം ടിപ്പു 4000-ഓളം വരുന്ന സൈനികരുടെ സഹായത്തോടെ മറാഠ സൈനികർക്ക് വേണ്ടി എത്തിച്ചിരുന്ന സാധന സാമഗ്രികൾ പിടിച്ചെടുത്തു. ഇത് മറാഠ സൈന്യത്തിന് ഒരു പ്രഹരമായിരുന്നു. 1772 ഹൈദർ മറാഠ സേനയുമായി ഒത്തുതീർപ്പിന് തയ്യാറായി. 1772 മറാഠ രാജാവായിരുന്ന പേർഷ്യ മാധവറാവു അന്തരിച്ചതോടെ നാഥനില്ലാതായ മറാഠകളുടെ കയ്യിൽ നിന്നും അവർ നേരത്തെ കൈക്കലാക്കിയ മൈസൂരിന്റെ ഭാഗങ്ങൾ തിരിച്ചുപിടിക്കാൻ ഹൈദർ തീരുമാനിക്കുകയും ടിപ്പുവിനെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. മറാഠയുടെ കയ്യിലായിരുന്ന മദഗിരി പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ടിപ്പുവിന്റെ ഊർജ്ജസ്വലതയ്ക്ക് മുന്നിൽ നിസാര ദിവസങ്ങൾ കൊണ്ട് മൈസൂരിന്റെ അധികാരത്തിൽ തിരികെ വന്നു. കൂടാതെ ബെല്ലാരി പോലുള്ള സമ്പന്ന പ്രദേശങ്ങൾ കീഴടക്കുന്നതിലും ടിപ്പു തന്റെ പിതാവിനെ സഹായിച്ചു. 1779 ബ്രിട്ടീഷുകാർ ഫ്രഞ്ച് നിയന്ത്രണത്തിലുണ്ടായിരുന്ന മാഹി തുറമുഖം പിടിച്ചെടുത്തു. അതുവരെ തുറമുഖം ടിപ്പുവിന്റെ സംരക്ഷണത്തിലായിരുന്നു. അതിന് മറുപടിയായി ബ്രിട്ടീഷുകാർക്കെതിരെ കരീം എന്ന മകനെ പോർട്ടോ നോവോ കീഴടക്കാനായി നിയോഗിച്ചു. അതോടൊപ്പം തന്നെ ടിപ്പുവുമൊത്ത് ആർക്കോട്ടിനെ ആക്രമിക്കാനും പദ്ധതിയിട്ടു. ഹൈദരുടെ നീക്കം അറിഞ്ഞ മദ്രാസ് ഗവർണർ ജനറൽ ബെയ്ലിയെയും മൺട്രോയെയും ഹൈദരുടെ നീക്കം പ്രതിരോധിക്കാനായി അയച്ചു. ഈ നീക്കത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ ഹൈദർ ജനറൽ ബെയ്ലി മൺട്രോയുമായി ചേരുന്നതിനു മുമ്പ് ആ സൈന്യത്തെ കീഴടക്കാനായി ടിപ്പുവിനോട് ആവശ്യപ്പെട്ടു. 1780 ജൂലൈ 20 10,000-ഓളം വരുന്ന സൈന്യവുമായി ടിപ്പു ഗുണ്ടൂരിലേക്ക് പുറപ്പെട്ടു. പോളലിയൂർ യുദ്ധത്തിൽ ടിപ്പു ബ്രെയിലിയെ പരാജയപ്പെടുത്തി. 360 യൂറോപ്യന്മാരിൽ 200-ഓളം പേരെ ജീവനോടെ പിടികൂടി. 3800-ഓളം വരുന്ന ശിപ്പായിമാർക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ബെയ്ലിയെ സഹായിക്കാൻ തീരുമാനിച്ച മൺട്രോ പക്ഷേ തോൽവിയുടെ വാർത്ത കേട്ടപ്പോൾ കാഞ്ചീപുരത്തെ വാട്ടർ ടാങ്കിൽ പീരങ്കികൾ ഉപേക്ഷിച്ചു മദ്രാസിലേക്ക് മടങ്ങാൻ നിർബന്ധിതനായി. തുടർന്നവർ കേരളത്തിലുമെത്തി. കേരളത്തിലെ നാട്ടുരാജാക്കന്മാരും നാടുവഴികളും തമ്മിലുണ്ടായിരുന്ന ആഭ്യന്തര കലഹങ്ങൾ ഹൈദരാലിയെയും തുടർന്ന് ടിപ്പു സുൽത്താനെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുകയുണ്ടായി. 1746 കോഴിക്കോട് രാജാവ് സാമൂതിരി പാലക്കാട് നാട്ടുരാജ്യത്തെ ആക്രമിച്ചപ്പോൾ പാലക്കാട് മൈസൂർ രാജാവിനോട് സഹായം തേടിയതോടെയാണ് മലബാറിലെ മൈസൂർ ഭരണത്തിന് അടിത്തറയായത്. മൈസൂർ സാമ്രാജ്യത്തിലുണ്ടായ ചില അസ്വാരസ്യങ്ങളെ തുടർന്ന് തിരിച്ചുപോയ ഹൈദരാലി മഖ്ദൂം സാഹിബിന്റെ സേനയാണ് സാമൂതിരിക്കെതിരെ ഉപയോഗിച്ചിരുന്നത്. പാലക്കാട്ടെ നായർ പടയും മൈസൂർ സേനയുടെ കൂടെ ഉണ്ടായിരുന്നു. 1766 മുതൽ 1790 വരെയാണ് മലബാറിലെ മൈസൂർ ഭരണം നിലനിന്നത്. അതിൽ ആദ്യത്തെ 9 വർഷം ഹൈദരാലിയും പിന്നീടുള്ള 7 വർഷം ടിപ്പുവുമായിരുന്നു ഭരിച്ചത്. 1773 ശ്രീനിവാസറാവു ഗവർണറായി നിയമിക്കപ്പെട്ടു. നികുതി പിരിക്കാനായി മദണ്ണനെയും നിയമിച്ചു. കേരളത്തിന്റെ പെരിയാറിന് വടക്കോട്ടുള്ള ഭാഗം ഏതാണ്ട് മുഴുവനായും ടിപ്പുവിന്റെ കൈവശമായ അവസരം ഉണ്ടായിട്ടുണ്ട്. ടിപ്പു ആക്രമിക്കുമെന്ന വിശ്വാസത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം അമ്പലപ്പുഴ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു വെച്ചു പൂജ നടത്തിയെന്ന് പരാമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ പ്രധാന വിഗ്രഹം നിലവറയിൽ ഒളിച്ചു വെച്ച് ഉത്സവ വിഗ്രഹമാണ് അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയതെന്നും പറയപ്പെടുന്നു. പാലക്കാടും കോഴിക്കോടും തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെട്ട ഹൈദരാലിയുമായി 1757 സന്ധി ചെയ്ത സാമൂതിരി 12 ലക്ഷം രൂപ യുദ്ധച്ചെലവ് നൽകാനും പാലക്കാട് രാജാവായ കോമിയച്ചന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കാനും സമ്മതിച്ചു. എന്നാൽ യുദ്ധച്ചെലവിന്റെ 2ാം ഗഡു നൽകാൻ സാമൂതിരി തയ്യാറാകാതെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ഹൈദരാലി 1766 വീണ്ടും സൈനിക നീക്കം നടത്തി. ബന്ദിയാക്കപ്പെട്ട സാമൂതിരി കുടുംബാംഗങ്ങളെ പൊന്നാനിയിലേക്ക് അയച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്ന് കോഴിക്കോട് ഭരിക്കാൻ തന്റെ ഗവർണറായ മദനണ്ണ എന്ന ബ്രാഹ്മണനെ ഹൈദരാലി ചുമതലയേൽപ്പിച്ചു.
1766 പിതാവ് ഹൈദരാലിയുടെ കൂടെ 15 വയസ്സുള്ള ടിപ്പു മലബാറിലേക്ക് വരുന്നത്. വടക്കേ മലബാറിലെ തലശ്ശേരി കീഴടക്കലിന് ശേഷം ഹൈദരാലിയുടെ സൈന്യത്തിന് മലബാറിൽ പരാജയങ്ങൾ നേരിടാൻ തുടങ്ങി. തുടർന്നാണ് ടിപ്പുവിനെ ഹൈദരാലി മലബാറിലേക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനായി അയക്കുന്നത്. തിരുവിതാംകൂർ ആക്രമിക്കാൻ ശ്രമിച്ച ടിപ്പുവിന്റെ സൈന്യം പക്ഷേ 1789-90 നെടുങ്കോട്ട സൈനിക നീക്കത്തിൽ തിരുവിതാംകൂർ പടത്തലവനായിരുന്ന വൈക്കം പത്മനാഭൻ പിള്ള ടിപ്പുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തിരുവിതാംകൂർ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടിയും ബ്രിട്ടീഷ് സൈന്യം മൈസൂരിനെ ആക്രമിക്കുമെന്ന വാർത്തയും തന്റെ പരിക്കും കാരണം യുദ്ധം നിർത്തി മൈസൂരിലേക്ക് തിരിച്ചു പോന്നു. പ്രധാനമായി ടിപ്പു കേരളത്തിൽ പോരാടിയത് ബ്രിട്ടീഷുകാരോടും പഴശ്ശിരാജയോടുമാണ്. പാലക്കാട് കൊങ്ങാട് നിന്നും മണ്ണാർക്കാട് വരെയുള്ള ടിപ്പു സുൽത്താൻ റോഡ് എന്ന് നാമകരണം ചെയ്ത വഴി ടിപ്പു സുൽത്താൻ സാമൂതിരിക്കു നേരെ പാലക്കാട് നിന്നും പടനയിച്ചു പോയ ഒരു ഇടവഴിയായിരുന്നു. ഈ അടുത്ത കാലത്തായി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പള്ളിക്കുറുപ്പ് എന്ന സ്ഥലത്ത് വെച്ച് മുനിയറയടക്കം പല ചരിത്രശേഷിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് സാങ്കേതിക വിദ്യയുമായി യുദ്ധം ചെയ്യാനെത്തുന്ന ടിപ്പുവിനോട് എതിർത്ത് നിൽക്കാൻ പരമ്പരാഗത യുദ്ധമുറകൾ അനുവർത്തിച്ചു വന്ന കേരളത്തിലെ നാട്ടുരാജാക്കന്മാർക്ക് ശേഷിയില്ലായിരുന്നു. കേരളത്തിലേക്കുള്ള ടിപ്പുവിന്റെ അധിനിവേശ സമയത്ത് മലബാറിലെ മിക്ക രാജാക്കന്മാരും തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോടൊപ്പം ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് MGS നാരായണൻ അടക്കമുള്ള ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ പഴശ്ശിരാജയുടെ 1797 ബ്രിട്ടീഷ് വിരുദ്ധത്തിൽ സൈനികരെയും ആയുധങ്ങളും നൽകി ടിപ്പു സുൽത്താൻ സഹായിക്കുകയുണ്ടായി. 1782 ഫെബ്രുവരി 8 ബ്രിട്ടീഷുകാർ മാഹിയിലെ ഫ്രഞ്ച് കോട്ടയും അതിനെ തുടർന്ന് കോഴിക്കോടും കീഴടക്കി. തലശ്ശേരിയിലെ നാട്ടുരാജാവായിരുന്ന സർദാർ ഖാൻ തന്റെ പരാജയത്തിൽ വിഷമിച്ചു ആത്മഹത്യ ചെയ്തു. ഈ സംഭവം അറിഞ്ഞ ഹൈദർ മഖ്ദൂം അലിയെ മലബാർ തീരത്തേക്ക് അയച്ചു. എന്നാൽ കേണൽ ഹംബർസ്റ്റോണിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന മഖ്ദൂം അലിയെ കീഴടക്കുകയും വധിക്കുകയും ചെയ്തു. ഈ പരാജയത്തിൽ നിരാശനായ ഹൈദർ മലബാറിലെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ ടിപ്പുവിനോട് ആവശ്യപ്പെട്ടു. ഹംബർസ്റ്റോണിനെ പിന്തുടർന്ന് ടിപ്പു പാലക്കാടേക്ക് തിരിച്ചുവെങ്കിലും ഹംബർസ്റ്റോൺ അവിടം വിട്ടിരുന്നു. നിരാശനാകാതെ ടിപ്പു അവരെ പിന്തുടർന്ന് പൊന്നാനിപ്പുഴയുടെ തീരത്തെത്തി. ആ പുഴ കടക്കാൻ ബ്രിട്ടീഷ് സേനയ്ക്കാകില്ല, അതുകൊണ്ട് തന്നെ അവരെ എളുപ്പം കീഴടക്കാം എന്ന് ടിപ്പു ആത്മവിശ്വാസത്തോടെ കരുതി. പക്ഷേ നദിയുടെ ആഴം കുറഞ്ഞ ഒരു ഭാഗത്തിൽ കൂടെ ബ്രിട്ടീഷ് സേന പൊന്നാനിയിലേക്ക് കടന്നു. ഇത് ടിപ്പു പ്രതീക്ഷിച്ചിരുന്നില്ല. പൊന്നാനിയിലെത്തിയ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും ഫലവത്തായിരുന്നില്ല. ഹംബർസ്റ്റോണിനെ സഹായിക്കാൻ കേണൽ മക്ലോദ് കൂടി സൈന്യത്തോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വന്നു ചേർന്ന പിതാവിന്റെ മരണവാർത്ത ടിപ്പുവിനെ തൽക്കാലം ഈ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഹൈദരാലിയുടെ മരണത്തിനു മുമ്പ് ടിപ്പുവിന് എഴുതിയെന്ന് കരുതപ്പെടുന്ന ഒരു കത്തിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് ഒത്തുതീർപ്പിന് തയ്യാറാവണമെന്ന് മകനോട് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രവുമല്ല ഫ്രഞ്ചുകാരെ വിശ്വസിക്കരുതെന്നും ആ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നു. തന്റെ മരണശേഷം ടിപ്പുവിനെ നിങ്ങൾ എന്നെ പിന്തുണച്ചതുപോലെ സേവിക്കണമെന്ന് ഹൈദർ മരണത്തിന് തൊട്ടുമുമ്പായി വിശ്വസ്ത സേവകരോട് ആവശ്യപ്പെട്ടിരുന്നു. ടിപ്പു മലബാറിൽ നിന്നും മടങ്ങിയെത്തുന്നതുവരെ ഹൈദരുടെ മരണം പുറത്തിറക്കാതിരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. വലിയൊരു സാമ്രാജ്യത്തിന്റെ ചുമതലയാണ് ടിപ്പുവിന്റെ കഴിവിനെ ആശ്രയിച്ചിരുന്നത്. ഹൈദർ മരിക്കുമ്പോൾ ശ്രീരംഗപട്ടണത്തിലുള്ള ഖജനാവിൽ ഏതാണ്ട് 3 കോടിയോളം രൂപയും സ്വർണവും രത്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇതുപോലൊന്ന് ബദ്നൂറിലെ ഖജനാവിലും ഉണ്ടായിരുന്നുവെങ്കിലും ഹൈദരുടെ മരണത്തോടെ ബ്രിട്ടൻ ആ ഖജനാവ് കൈക്കലാക്കി. അതുപോലെ തന്നെ രാജ്യത്ത് അന്ന് നിലവിലുണ്ടായിരുന്നതിൽ ഏറ്റവും മികച്ച സേനയാണ് ഹൈദരുടെ കീഴിൽ ഉണ്ടായിരുന്നത്. വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു ടിപ്പുവിനെ കാത്തിരുന്നത്. ഹൈദരാലിയുടെ കാലത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ സാമ്രാജ്യത്വ വികസനത്തിന്റെ ആദ്യ പടിയിലായതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ടിപ്പു സുൽത്താന്റെ കാലമായപ്പോഴേക്കും യൂറോപ്പിലെ നെപ്പോളിയൻ യുദ്ധങ്ങളാലും വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച കമ്പോള താൽപ്പര്യങ്ങളാലും സാമ്രാജ്യത്തെ വികസനം അവർ ത്വരിതപ്പെടുത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കാനായി ടിപ്പുവിന്റെ പതനം അനിവാര്യമായി തീരുകയും അതിനവർ അദ്ദേഹത്തെ ഫ്രഞ്ചുകാരോടുള്ള സൗഹൃദത്തെയും പഴിചാരുകയും ചെയ്തു. മറാത്ത രാജ്യവുമായുള്ള പ്രശ്നങ്ങൾ
പേർഷ്യൻ മഹാറാവു ഒന്നാമന്റെ ഭരണത്തിന് കീഴിൽ മറാത്ത സാമ്രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വലിയൊരു ഭാഗം കീഴ്പ്പെടുത്തി. ഹൈദരാലിയെ 2 പ്രാവശ്യം പരാജയപ്പെടുത്തിയ മറാത്തരുടെ മേധാവിത്വം ഹൈദരാലി അംഗീകരിച്ച പോലെയായിരുന്നു. 1767 മറാത്ത സൈന്യം മൈസൂരിനെ തോൽപ്പിച്ച് ശ്രീരംഗപട്ടണത്തിൽ പ്രവേശിക്കുകയുണ്ടായി. എന്നാൽ ടിപ്പുവിന്റെ കീഴിൽ മൈസൂർ സന്ധി വ്യവസ്ഥകളെ മറികടക്കാൻ ശ്രമിക്കുകയും ദക്ഷിണേന്ത്യയിലെ ചില കോട്ടകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മറാത്തയ്ക്ക് ഹൈദരാലി നൽകി വന്ന പരിഗണന ടിപ്പു നിർത്തലാക്കുകയും ചെയ്തത് അവരുമായുള്ള യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു. 1787 ഗജേന്ദ്രബാദ് സന്ധിയോടെ അതുവരെ മറാത്തയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം മൈസൂർ തിരിച്ചു നൽകി. 4 വർഷമായി നിർത്തിവച്ചിരുന്ന ചുങ്കം ടിപ്പു മറാത്തയ്ക്ക് നൽകാമെന്ന് സമ്മതിച്ചു. 1789 ടിപ്പുവിന്റെ സഖ്യത്തിലുള്ള കൊച്ചി രാജ്യത്തിന്റെ 2 കോട്ടകൾ തിരുവിതാംകൂർ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ടിപ്പു കോയമ്പത്തൂരിൽ നിന്നും തിരുവിതാംകൂറിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. 1789 ഡിസംബർ 28 നെടുങ്കോട്ടയിൽ വെച്ച് തിരുവിതാംകൂറിനെതിരെ യുദ്ധം തുടങ്ങി. ബ്രിട്ടീഷ് സഖ്യത്തിലായിരുന്നു തിരുവിതാംകൂർ ഉണ്ടായിരുന്നത്. കടുത്ത പ്രതിരോധം തീർത്ത തിരുവിതാംകൂർ സേന ടിപ്പുവിനെതിരെ പിടിച്ചു നിന്നു. ഇതിനിടെ തിരുവിതാംകൂർ രാജാവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് സഹായം അഭ്യർത്ഥിച്ചു. തുടർന്ന് 1790 കോൺവാലിസ് പ്രഭു കമ്പനി മറാത്ത ഹൈദരാബാദ് സഖ്യസേനയുമായി കോയമ്പത്തൂർ പിടിച്ചെടുത്തു. തിരിച്ചടിച്ച ടിപ്പുവിന് കുറച്ച് പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനായെങ്കിലും കോയമ്പത്തൂർ ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ തുടർന്നു. ഫ്രഞ്ച് സേനയുടെ സഹകരണത്തിനായി ടിപ്പു ശ്രമിച്ചെങ്കിലും പക്ഷേ വിജയം കണ്ടില്ല. 1791 സഖ്യസേന ബാംഗ്ലൂർ കീഴടക്കുകയും ശ്രീരംഗപട്ടണം കീഴടക്കുമെന്ന് ഭീഷണി ഉയർത്തുകയും ചെയ്തു. വിഭവങ്ങളുടെ അപര്യാപ്തതയാൽ സേന ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുകയും ഈ തർക്കത്തിൽ ടിപ്പു കോയമ്പത്തൂർ കീഴടക്കുകയും ചെയ്തു. 1792 സർവസജ്ജമായ സഖ്യസേന ടിപ്പുവിനെ പരാജയപ്പെടുത്തുകയും സന്ധി വ്യവസ്ഥകൾ പ്രകാരം മൈസൂർ സാമ്രാജ്യത്തിന്റെ പകുതിയും 3,30,00,000 രൂപ നഷ്ടപരിഹാരമായി നൽകാനും ധാരണയായി. നഷ്ടപരിഹാരം നൽകുന്നതുവരെ ടിപ്പുവിന്റെ 2 ആൺകുട്ടികളെ ബന്ദികളാക്കുകയും ചെയ്തു. തുടർന്ന് 2 ഗഡുക്കളായി ടിപ്പു പണം നൽകുകയും മക്കളെ മോചിപ്പിക്കുകയും ചെയ്തു. ഫ്രാൻസുമായുള്ള ടിപ്പുവിന്റെ ബന്ധം 1788 ടിപ്പു സുൽത്താന്റെ അംബാസിഡർമാരെ ലൂയി 16 സ്വീകരിക്കുന്നു. ഫ്രാൻസ് ഒട്ടോമൻ സാമ്രാജ്യം, സുൽത്താനറ്റ് ഓഫ് ഒമാൻ, സാൻഡ് രാജവംശം, ദുറാനി സാമ്രാജ്യം എന്നിവയിലേക്ക് ടിപ്പു സുൽത്താൻ നിരവധി നയതന്ത്ര ദൗത്യങ്ങൾ അയച്ചതായി അറിയപ്പെടുന്നു. 1794 ഫ്രഞ്ച് റിപ്പബ്ലിക്കൻ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ അനുയോജ്യമായ നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിന് മൈസൂരിലെ ജേക്കബിൻ ക്ലബിനെ ടിപ്പു സഹായിച്ചു. അദ്ദേഹം ഒരു ലിബർട്ടി ട്രീ നട്ടുപിടിപ്പിക്കുകയും സിറ്റിസൺ ടിപ്പു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫ്രാൻസിൽ നിന്ന് ചില സസ്യങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ ഇറക്കുമതി ചെയ്യാൻ ടിപ്പു മുൻകൈയെടുത്തിരുന്നു. നെപ്പോളിയന്റെ ഈജിപ്ത് അഗ്നിവേശത്തിന്റെ ഒരു പ്രേരണ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുമായി ഒരു ജംഗ്ഷൻ സ്ഥാപിക്കുക എന്നതായിരുന്നു. ടിപ്പു സാഹിബുമായി ബന്ധപ്പെടാനുള്ള ലക്ഷ്യവുമായാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു ഫ്രഞ്ച് സാന്നിധ്യം സ്ഥാപിക്കാൻ നെപ്പോളിയൻ ഉദ്ദേശിച്ചത്. ഈജിപ്ത് കീഴടക്കി ഉടൻ തന്നെ ഇന്ത്യൻ രാജകുമാരന്മാരുമായുള്ള ബന്ധം സ്ഥാപിക്കുമെന്നും അവരോടൊപ്പം ഇംഗ്ലീഷുകാരെ ആക്രമിക്കണമെന്നും നെപ്പോളിയൻ ഫ്രഞ്ച് ഡയറക്ടർക്ക് ഉറപ്പു നൽകി. 1798 ഫെബ്രുവരി 13 ടാലറാൻഡിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈജിപ്തിനെ അഗ്നിവേശം ചെയ്തു ഉറപ്പിച്ചതിനാൽ ഞങ്ങൾ 15,000 പേരെ സൂയസിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുകയും ടിപ്പു സാഹിബിന്റെ സൈന്യത്തിൽ ചേരുകയും ഇംഗ്ലീഷുകാരെ തുരത്തുകയും ചെയ്യും. ഈ തന്ത്രത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടു. 1799 ഏക്കർ ഉപരോധം, 1801 അബൂക്കീർ യുദ്ധം എന്നിവയിൽ ഫ്രാൻസ് പരാജയപ്പെട്ടു. തുടർന്നുണ്ടായതാണ് 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം. 1798 ഈജിപ്തിലെ നൈൽ യുദ്ധത്തിൽ ഹെറോഷ്യോ നൈൽസൽ ഫ്രാങ്കോയിസ് പോൾ ബ്രൂയിസ് ഡി എംഗൽസിനെ പരാജയപ്പെടുത്തി. 1799 3 സൈന്യങ്ങൾ മൈസൂരിലേക്ക് മാർച്ച് ചെയ്തു. ഒന്ന് ബോംബെയിൽ നിന്നും ആദർ വെല്ലസ്ലിയുടെ സൈന്യം ഉൾപ്പെടെ 2 ബ്രിട്ടീഷ് സൈന്യങ്ങളും 4ാം മൈസൂർ യുദ്ധത്തിൽ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ അവർ ഉപരോധിച്ചു.
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 26,000 സൈനികരും ഏകദേശം 4,000 യൂറോപ്യന്മാരും ബാക്കി ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. ഹൈദരാബാദിലെ നിസാം 10 ബറ്റാലിയനുകളും 16,000 കുതിരപ്പടയാളികളും അടങ്ങുന്ന ഒരു പടയെ നൽകി. ബ്രിട്ടീഷ് സേനയിലെ സൈനികരുടെ എണ്ണം 50,000-ൽ കൂടുതലാണ്. അതേസമയം ടിപ്പു സുൽത്താന്റെ എണ്ണം 30,000 മാത്രം. ബ്രിട്ടീഷുകാർ നഗരമതിലുകൾ തകർത്തു. ഫ്രഞ്ച് സൈനികർ ഉപദേഷ്ടാക്കൾ ടിപ്പു സുൽത്താനോട് രഹസ്യഭാഗങ്ങളിലൂടെ രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം നിരസിച്ചു. ശ്രീരംഗപട്ടണ കോട്ടയുടെ വടക്ക് കിഴക്കേ ഭാഗത്തു നിന്ന് അകലെയുള്ള ഒരു ഹാളിലായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെത്തിയ സൈന്യം പെട്ടെന്ന് തന്നെ തടിയനായ കുറിയ ഒരു ഓഫീസറിന്റെ നേതൃത്വത്തിൽ മൈസൂർ സേനയോട് പോരാടേണ്ടി വന്നു. സേവകന്മാരിൽ നിന്നും വേട്ടയ്ക്കുള്ള ആയുധങ്ങൾ നിറച്ചു കിട്ടിയവ ഉപയോഗിച്ച് അയാൾ ബ്രിട്ടീഷുകാർക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരത്തോടെ ടിപ്പുവിന്റെ ശരീരം തിരഞ്ഞുപോയ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി നേരത്തെ തങ്ങൾക്കു നേരെ നിറയൊഴിച്ചുകൊണ്ടിരുന്ന ആൾ ആണ് ടിപ്പുവെന്ന്. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് പിതാവിന്റെ ശവകുടീരത്തിനടുത്തുള്ള ഗുമാസിൽ സംസ്കരിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള അറിവുകൾ. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ അറിവുകളും അതുപോലെ ചരിത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ, ബൈ.